ഹലോ കൂട്ടുകാരെ, നമസ്കാരം. ഇന്ന് നമ്മൾ ഒരു ടെസ്റ്റ് ചെയ്യാൻ പോകുന്നൊരു വണ്ടി എന്ന് പറയുന്നത് മാരുതി 800 2002 മോഡൽ വണ്ടിയാണ്. അതിൽ വണ്ടി നല്ല കണ്ടീഷനാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളിപ്പം വണ്ടി പെട്രോൾ കാറുകൾ വരുമ്പോഴത്തേക്ക് മാക്സിമം നോക്കുക, പഴയ വണ്ടികളൊക്കെ ആണെങ്കിൽ സൈലൻസർ പൊത്തിട്ടുണ്ടോ, ഹോളുണ്ടോ, ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ടോ എന്ന് ആദ്യമേ തന്നെ കസ്റ്റമറിൻ്റെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കി നമുക്ക് വണ്ടിയുടെ സൗണ്ട് കേട്ടാൽ തന്നെ, സൈലൻസറിൽ നിന്ന് വരുന്ന സൗണ്ട് കേട്ടാൽ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെയുള്ള വണ്ടികൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഇപ്പോൾ വർക്ക്ഷോപ്പുകാർ ആരെങ്കിലും ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കുക, വണ്ടിയുടെ സൈലൻസർ, പെട്രോൾ വണ്ടിയുടെ സൈലൻസർ പൊത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് ശരിയാക്കിയാൽ മാത്രമേ വണ്ടികൾ പൊല്യൂഷൻ ടെസ്റ്റ് എടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന വണ്ടി നമ്മൾ ടെസ്റ്റ് ചെയ്യാൻ പോകണം. വേറെ കുഴപ്പമൊന്നും സൈലൻസർ കാണിക്കുന്നില്ല. അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാനായിട്ട് നോക്കിയപ്പോഴത്തേക്ക് HC 1415 1625 അങ്ങനെ കാണിക്കുന്നുണ്ട്. 9 സംതിങ് കാണിക്കുന്നുണ്ട്. ഓട്ടോ വലിയ കുഴപ്പമില്ല, അതായത് സൈലൻസറിന് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിലാണ് കാണിക്കുന്നത്. ഈ വണ്ടി ഇത്രയും പൊല്യൂഷൻ 10ന് പുറത്ത് അല്ലെങ്കിൽ 99.99 എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കര കൂടുതലായിട്ടാണ് ഈ വണ്ടിയുടെ പൊല്യൂഷൻ കാണിക്കുന്നത്. അപ്പോൾ കസ്റ്റമറിൻ്റെ അടുക്ക് നമ്മൾ ഇത് പൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ പാസ്സാവത്തില്ല. ഇത് വണ്ടിയുടെ എയർ ഫിൽറ്ററും പ്ലഗും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം, കാർബറേറ്റർ ട്യൂണിങ് എല്ലാം കറക്റ്റ് ചെയ്താൽ മാത്രമേ ഇത് വണ്ടി പാസ്സാവത്തുള്ളൂ എന്ന് പറഞ്ഞ്. ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞ് എയർ ഫിൽറ്റർ എല്ലാം മാറിയിട്ടുണ്ട്, പ്ലഗെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയും. എന്തായാലും വണ്ടിയിൽ നമ്മൾ കാർബറേറ്റർ ട്യൂണിങ്ങിൻ്റെ ആ ഒരു ഭാഗത്തോട്ട് തന്നെ നമുക്ക് പോകാം. നമ്മൾ കാർബറേറ്റർ ട്യൂണിങ്, അതായത് വണ്ടിയുടെ എയർ ഫിൽറ്ററിൻ്റെ ബേക്കിലായിട്ട് ഒരു സ്ക്രൂ വരും. ഇത് സ്പ്രിങ് വരുന്ന ഒരു സ്ക്രൂ ആണ്. അതിൽ ജസ്റ്റ് തിരിച്ച് നമുക്ക് ട്യൂൺ ചെയ്ത് എടുക്കാം. എയർ സ്ക്രൂ അഡ്ജസ്റ്റ് ചെയ്ത് എടുക്കാൻ പറ്റും. നമ്മൾ അങ്ങനെ തിരിച്ച് ഇതാക്കിയിട്ട് ബോണറ്റ് പിടിച്ചിട്ടാണ് ഇത് എല്ലാം ചെയ്യേണ്ടത്. നമ്മൾ വന്ന് നോക്കുമ്പോഴത്തേക്ക് HCയുടെ അളവ് 138 141 ആ ഒരു രീതിയിൽ നിൽക്കുന്നുണ്ട്. CO അളവ് 2.12 ആ ഒരു ലെവലിൽ നിൽക്കുന്നു. O2 വളരെ കുറവായിട്ട് നിൽക്കുന്നുണ്ട്, 0. സംതിങ്ങേ ഉള്ളൂ. HCയുടെ അളവ് 157, O2ൻ്റെ അളവ് 1.89 രണ്ടും ഒക്കെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു സാഹചര്യത്തിലും വണ്ടി ഒരിക്കലും പൊല്യൂഷൻ പാസ്സാകത്തില്ല. അതിന് വേണ്ടിയിട്ട് വീണ്ടും ഒന്നുകൂടെ പാസ്സാകാൻ വേണ്ടിയിട്ട് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. നമുക്ക് ഇത് എല്ലാവർക്കും, നമ്മളെ പൊല്യൂഷൻ സെൻറ്റർ നടത്തുന്ന എല്ലാവർക്കും വേണമെന്നുണ്ടെങ്കിൽ ഇത് ശ്രദ്ധിച്ച് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. ചെറിയ സ്ക്രൂ ഡ്രൈവർ കയ്യിൽ വെച്ചേക്കുക. ഇതിപ്പോൾ എൻ്റെ ഇരിക്കുന്ന വലിയ സ്ക്രൂ ഡ്രൈവറാണ്, ഇത് കുറച്ച് നീളം കൂടിയതാണ്. പിന്നെ വീഡിയോ എടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുമുണ്ട്. നിങ്ങൾക്ക് ആ സ്ക്രൂ കാണാൻ വേണ്ടിയിട്ട് ഞാൻ ഈ സൈഡിൽ കൂടെ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. ഇത് ഈ ഭാഗത്താണ് എയർ സ്ക്രൂവിൻ്റെ സ്ഥാനം. എയർ സ്ക്രൂ നമുക്ക് തിരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നേരത്തെ ആൾറെഡി തിരിച്ചിട്ടുണ്ട്, കുറച്ച് കൂടെ തിരിച്ച് കഴിയുമ്പോഴത്തേക്ക് അത് ഏകദേശം നല്ല രീതിയിൽ കുറഞ്ഞ് വരും. അപ്പോൾ നമ്മൾ മാക്സിമം വീഡിയോ കൂടെ എടുക്കുന്നതുകൊണ്ട് കുറച്ച് പാടാണ്, ബുദ്ധിമുട്ടാണ്. ഒരു കയ്യിൽ ഇത് വയ്ക്കുന്നു, ഒരു കയ്യിൽ കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഇങ്ങനെ നമുക്ക് തിരിച്ച് ട്യൂൺ ചെയ്ത്, കാർബറേറ്റർ ട്യൂണിങ് കറക്റ്റാണെന്നുണ്ടെങ്കിൽ മാത്രമേ ഇപ്പോഴത്തെ പൊല്യൂഷൻ പാസ്സാകത്തുള്ളൂ. പഴയ വണ്ടികൾ മാരുതി 800 അങ്ങനത്തെ ആ മോഡലിലെ വണ്ടികളൊക്കെ 2002 ആ സമയത്ത്, അതായത് 99 98 ആ സമയത്തൊക്കെ വണ്ടി വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ കാർബറേറ്റർ ട്യൂണിങ് മസ്റ്റാണ്. നമ്മൾ ഇപ്പോഴത്തെ ബൈക്കിൻ്റെ പ്രശ്നങ്ങളൊക്കെ കാണുന്നില്ല, ബൈക്ക് സ്കൂട്ടിയൊക്കെ BS4 വണ്ടികളിലെ. ഇപ്പോൾ നമ്മൾ കാർബറേറ്റർ ട്യൂണിങ് കഴിഞ്ഞിട്ട് വണ്ടി ഒന്നും കൂടെ ടെസ്റ്റ് ചെയ്ത് നോക്കുവാണ്. HCയുടെ അളവ് 55ലേക്ക് വന്നിട്ടുണ്ട്. CO അളവ് വളരെ കുറവായിട്ട് മാറിയിട്ടുണ്ട്. നോക്കിയാൽ വളരെ കുറവായിട്ട് HC 105 സംതിങ് ഇങ്ങനെ കയറി പൊയ്ക്കൊണ്ടിരിക്കുവാണ്. O2ൻ്റെ അളവ് 2. സംതിങ്ങിന് കുറഞ്ഞിട്ട് 1.89 വന്നിട്ടുണ്ട്. അതേ കണക്ക് എല്ലാ അളവും കുറഞ്ഞ് വന്നിട്ടുണ്ട്. ഇതിൽ നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഉറപ്പായിട്ടും പാസ്സാവും. അപ്പോൾ എല്ലാവരും ശ്രദ്ധിക്കുക, കാർബറേറ്റർ വണ്ടി ഇങ്ങനെയാണ് ട്യൂൺ ചെയ്ത്, നമുക്ക് 4 വീലർ കാർബറേറ്റർ വണ്ടി ഇങ്ങനെയാണ് ട്യൂൺ ചെയ്ത് റെഡിയാക്കുന്നത്. ഇനി ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് പൊല്യൂഷൻ എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ പാസ്സാവും. നമ്മൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത് തന്നെ കാണാം.